കലയെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ നിമിഷത്തിലേക്ക് സ്വാഗതം. ഒരു സിനിമയുടെ ആദ്യ മുഖമാണ് അതിൻ്റെ പോസ്റ്റർ. 1000 വാക്കുകൾ പറയുന്നതിനേക്കാൾ ഒരു വലിയ കഥ ഈ ഒരു ഒറ്റ പോസ്റ്റർ നമുക്ക് പറഞ്ഞു തരും. മാസങ്ങൾ നീണ്ട പ്രയത്നത്തിൻ്റെയും ഒരു വലിയ ടീമിൻ്റെ സ്വപ്നത്തിൻ്റെയും ആദ്യ അടയാളം ഇന്നിവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. സരസ്വതി ഫിലിംസിൻ്റെ ബാനറിൽ മധു കൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണം രചിച്ചിരിക്കുന്നത് സജി ദാമോദറാണ്. രസകരമായ മുഹൂർത്തങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഒത്തിരി സന്തോഷം. നമ്മളിപ്പോൾ ഉള്ളത് ഈ സി കേരളത്തിൻ്റെ മാനത്തെ കൊട്ടാരം സീരിയൽ ലൊക്കേഷനിലാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഏറ്റവും സ്പെഷ്യലായിട്ട് സജി സാർ അത് പോസ്റ്റർ ലോഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് ചേട്ടനൊക്കെ ഒത്തിരി സിനിമകൾ ചെയ്ത് വന്നത്, അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാന്നുള്ള വലിയ സന്തോഷമാണ്. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ബാക്കി ആർട്ടിസ്റ്റുകളും മാനത്തെ കൊട്ടാരത്തിൻ്റെ ഫുൾ ടീമും അവരുടെ ഇടയിൽ വെച്ചത് ഈ പോസ്റ്റർ റിലീസ് ചെയ്യുന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഒത്തിരി പേര് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായും പ്രേക്ഷകർക്ക് ഒരു ബോറടിക്കാതെ ഒരു 2-2.5 മണിക്കൂർ കണ്ടിരിക്കാവുന്ന ഒരു കോമഡി ഫിലിമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥനകൾ ഉണ്ടാവണം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് TS സജി. എൻ്റെ ജീവിതത്തിൽ ഏകദേശം 9 സിനിമകളും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3 പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 36-37 സീരിയലായി ഡയറക്റ്റ് ചെയ്യുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത ഇതിൻ്റെ ടൈറ്റിൽ, എൻ്റെ കല്യാണം ഒരു മഹാസംഭവം എന്നുള്ളതാണ്. ടൈറ്റിൽ ഭയങ്കര ആകർഷണമായ ടൈറ്റിലാണ്. ആ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു കോമഡി ടച്ചുണ്ട്. പിന്നെ ജെയിനെ പറ്റി പറയുകയാണെങ്കിൽ, ജെയിൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അദ്ദേഹം വളരെ മനോഹരനായിട്ട് അഭിനയിക്കും, നല്ലൊരു ആർട്ടിസ്റ്റാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ഈ ഫീൽഡിൽ അദ്ദേഹത്തിന് പിടിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അഭിനയ രീതിയുമാണ്. അദ്ദേഹം നായകനായിട്ട് വരുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സക്സസ് ആയിരിക്കും. കാര്യം ഒത്തിരി ഫാൻസുള്ള ഒരു നടനാണ് അദ്ദേഹം. ഈ പടം ഗംഭീരമായിട്ട് വിജയിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ സംവിധായകനോടും, തിരക്കഥാകൃത്ത്, അതുപോലെ ക്യാമറാമാൻ, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച പ്രൊഡ്യൂസർ ഉൾപ്പെടെ എല്ലാവർക്കും 1000 ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ സീരിയലിൻ്റെ ഹീറോ അഭിനയിക്കുന്ന ജയ് ഉണ്ട്. അപ്പോൾ ജയ് നമ്മുടെ പടത്തിനെ പറ്റി 2 വാക്ക് സംസാരിക്കും. സിനിമയുടെ പേര് എൻ്റെ കല്യാണം ഒരു മഹാസംഭവം. ഈ ടീമിനും എൻറ്റയർ ക്രൂവിനും ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് വിഷസ് ജയൻ ചേട്ടനാണ്. പുള്ളി ഒരു വണ്ടർഫുൾ ആർട്ടിസ്റ്റാണ്. പിന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. തീർച്ചയായിട്ടും ഞാനും കാണും, നിങ്ങളും കാണണം. ഇതിനെ ഒരു നല്ല സക്സസ് ആയിട്ട് മാറ്റണം. താങ്ക് യു സോ മച്ച്. അടുത്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ഈ സീരിയലിലെ സെക്കൻഡ് ഹീറോയിനാണ്. എൻ്റെ പെയറായിട്ട് അഭിനയിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 500-600 എപ്പിസോഡായി നമ്മൾ സീരിയൽ അഭിനയിക്കുന്നത്. ഇപ്പോൾ 2 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണ്. ലക്ഷ്മി ഇന്ന് ലക്ഷ്മി ഇവിടെ ഉണ്ടായത് വലിയ സന്തോഷം. ലക്ഷ്മി നമ്മുടെ സിനിമയെ പറ്റി 2 വാക്ക് സംസാരിക്കും. ജെയിൻ ചേട്ടൻ്റെ ഇങ്ങനൊരു സിനിമയുടെ ലോഞ്ചെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ചേട്ടൻ സിനിമയെ പറ്റി ഒത്തിരി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ 2 വർഷത്തോളമായി നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പോൾ ചേട്ടനുമായിട്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ ചേട്ടൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ ആക്ടിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു മൂവി ലോഞ്ചിങ് നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാ ആൾക്കാർക്കും, ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിനും ജെയിൻ ചേട്ടനും എല്ലാം ബെസ്റ്റ് വിഷസ്. താങ്ക് യു. താങ്ക് യു ലക്ഷ്മി. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും. ഞങ്ങളുടെ ഈ ടീമിൻ്റെ എല്ലാവിധ ആശംസകളും അവരുടെ പേരിലും ഞാൻ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഫിലിം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു.